ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതുപോലെ തന്നെ ബാലൻ കടയിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഗോമതി തന്നെയാണ് അന്വേഷിക്കുന്നത് കേട്ടോ. ഗോമതി ഇങ്ങനെ വന്ന് ഈ ബാഗ് വെച്ച് വെള്ളം എടുത്തേ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ മീനാക്ഷി അനുമോളും കൂടെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ബാലിന് സ്ഥലകാലബോധം വരുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതാ അമ്മയുടെ ഗോമതി ഇല്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. അപ്പോൾ ഗോമതി അത് മാത്രമല്ല, എന്നിട്ട് അതും കൂടെ കേട്ട് ബാലിനകത്ത് നിന്നിരുന്നിട്ട് ആലോചിക്കുന്നുണ്ട് രാമേട്ടൻ പറഞ്ഞത്. ആര്യൻ എന്തിനാവും കടയിൽ വന്നത്? അതെ, വെറുതെ വന്നതല്ല, നീ സുഖമായിട്ടിരിക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗോമതി തന്നെ പറഞ്ഞു വിട്ടതാവും എന്നുള്ള ആ കാര്യം ബാലിനെ ആലോചിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മിത്ര പോയിരിക്കുകയാണല്ലോ. മിത്ര അവിടെ ഇല്ലല്ലോ. പോയ സമയത്ത് നമ്മുടെ ആര്യൻ അവിടെ ഇരിക്കുകയാണ്. ആ സമയം തന്നെ നമ്മുടെ ഗോമതി ചെന്നിട്ട് പറയാനുണ്ട്, ആര്യ ഫുഡ് കഴിക്കാൻ വിളിക്കുക കേട്ടോ. കുഴപ്പം, അമ്മ എന്തിനാ ഇത്ര നേരത്തെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് ആര്യൻ ചോദിക്കുമ്പോൾ ഗോമതി പറയണം, പിന്നല്ലാണ്ട് മിത്ര ഇല്ലയെന്ന് വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? നീ ഇങ്ങോട്ട് വന്നേ. അതൊന്നും കുഴപ്പമില്ലമ്മേ, ഒരു നേരത്തെ വിശപ്പൊക്കെ ഞാനങ്ങ് സഹിക്കും. അല്ലെങ്കിൽ തന്നെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്താടാ അങ്ങനെ? അതൊന്നും കുഴപ്പമില്ലമ്മേ, ഒരു നേരം പട്ടിണി കിടന്നും പറഞ്ഞ് ഒന്നും വരാനില്ല. പിന്നെ കടയിൽ നിന്ന് വല്ലതും കഴിച്ചുകൂടെയെന്ന് ചോദിക്കുമ്പോൾ കടയിൽ നിന്നൊക്കെ ഒരു ഊണിന് തന്നെ 100 രൂപയാവും. 100 രൂപ ഉണ്ടെങ്കിൽ എനിക്കും ഇത്രയ്ക്ക് ഒരു ദിവസം ചിലവായില്ലേ? അത്രയ്ക്കൊക്കെ നീ ജീവിതം പഠിച്ചു അല്ലേ? അപ്പോൾ ഉടനെ ആര്യം പറയാം, പഠിച്ചതല്ലമേ, ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ് ജീവിതം എന്നിങ്ങനെ പറയണം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിനക്ക് അങ്ങ് വീട്ടിൽ വന്ന് നിന്നാൽ പോരായിരുന്നോ? ഇതിന് വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ഗോമതി ചോദിക്കുക കേട്ടോ. അപ്പോൾ ആര്യം പറയാം, എന്താ അമ്മ ഒന്നും അറിയാത്ത പോലെ പറയണേ, ഞാൻ എന്തായാലും അങ്ങോട്ട് വരില്ല. ഞാൻ വരണമെങ്കിൽ അച്ഛൻ വന്ന് വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? വീണ്ടും ഗോമതി പറയാം, അച്ഛനും മോനും കൂടെ എന്തിനാ ഇങ്ങനെ വാശി? എന്നെ വിഷമിപ്പിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ ആര്യന് ദേഷ്യം വരാം കേട്ടോ. അപ്പോൾ ആര്യം പറയണം, അതെ, അമ്മ ഒറ്റ ഒരാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. ഞാൻ മര്യാദയ്ക്ക് എന്ത് രീതി നടന്നതാ? ഒരു ആങ്ങളെ സ്നേഹം വന്നിരിക്കുന്നു. ആങ്ങളുടെ സ്നേഹത്തിനും ആങ്ങളുടെ മുക്കും വേണ്ടിയിട്ട് അവളെ എൻ്റെ തലയിൽ പിടിച്ച് കെട്ടിവെച്ചത് അമ്മ തന്നെയല്ലേ, അല്ലാതെ ഞാനല്ലല്ലോ. എൻ്റെ ഭാവിയും എല്ലാം തുലച്ചത് അമ്മ ഒറ്റ ഒരാൾ തന്നെയാന്ന് പറയാട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗോമതിക്ക് അങ്ങ് സങ്കടം വരികയാണ്. എന്നിട്ട് ഗോമതി പറയാം, എടാ നീ എന്താ പറഞ്ഞത്? ഞാനാണെന്നോ? നീ അങ്ങനെ തന്നെ പറയണോടാ, ഇതൊക്കെ ഞാൻ കേൾക്കണം. അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം 10 മാസം വയറ്റിൽ ചുമന്ന ഇത്രയും നിനക്ക് വേണ്ടി തന്നെയല്ലടാ ഞാൻ ഇത്രയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഉടനെ ആര്യം പറയാം, ഈ 10 മാസം ചുമന്ന കണക്കുകൾ അമ്മ പറയുകയാണെങ്കിൽ ഞാനും കുറേ കണക്കുകൾ അങ്ങോട്ട് പറയട്ടെ, അപ്പോൾ അതിനൊക്കെ മറുപടി ഉണ്ടാവോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ ഗോമതി തന്നെ പറയുന്നുണ്ട്, എടാ നീ ഒരു കാര്യം ഓർത്തോ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ള മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ചത്. നിനക്ക് വേണ്ടി എപ്പോഴും ബാലേട്ടനോട് വഴക്ക് പറയുന്നത് മനസ്സിലായോ? ഇപ്പം തന്നെ വഴക്ക് കൂടി ഇവിടെ വന്നത് എന്തിനാ? നിനക്ക് വേണ്ടിയിട്ടാണ്. ബാലേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് അവനോടാണ് ഇഷ്ടം കൂടുതലെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ, നീ അവൻ്റെ കൂടെയെന്ന്. മനസ്സിലായോ? ഞാൻ എന്നിട്ട് ഇറങ്ങി വന്നു നിൻ്റെ അടുത്ത്. അപ്പോൾ നീ ഇപ്പം എന്താ പറയണത്? അച്ഛനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് തട്ടിയല്ലേ? അപ്പം അതുപോലെ എനിക്കും ഉണ്ടമ്മേ വേദന, എനിക്കും അഭിമാനവും ഒക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാലും അച്ഛനെ മാത്രം ന്യായീകരിച്ച് ഇങ്ങനെ നിൽക്കരുതമ്മ. എൻ്റെ കാര്യം കൂടെ ആലോചിക്കണം. പക്ഷേ ഞാൻ തിരിച്ചു വരുമെന്ന് അമ്മ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ എന്നോട് കാണിച്ചെങ്കിലും ഞാൻ എന്തായാലും അച്ഛന് മുമ്പിൽ താന്നു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇത്രയൊക്കെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അനുസരിച്ചില്ലേ? പിന്നെ ഇനി എനിക്ക് അമ്മ പറയണത് അനുസരിക്കാൻ പറ്റത്തില്ല എന്ന് പറയണം കേട്ടോ. എന്നിട്ട് പറയണ്ട, അമ്മയോട് ആരാ പറഞ്ഞപ്പോൾ വഴക്കൂടി ഇങ്ങോട്ട് വരാൻ? ഞാൻ വിളിച്ചോ? ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ആ ദേഷ്യത്തിൽ ആര്യം പറഞ്ഞിട്ട് കയറി പോകുമ്പോൾ ഗോമതി തകർന്നു പോയി കേട്ടോ. ആരിൽ നിന്ന് ഇങ്ങനെ ഒരു ഭാഗം പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് പതിയെ ആര്യനോട് പറയാം, മോനെ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ വന്ന് കഴിക്ക്. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടതാണോ ഉണ്ടാക്കി നീ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്ക്. നിനക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിച്ചാണ് പലതും ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതെന്താ അമ്മേ അങ്ങനെ പറയണേ? അപ്പോൾ ഗോമതി പറയാം, അല്ല, വലുതാവും തോറും മക്കളുടെ ഇഷ്ടങ്ങളൊക്കെ മാറി വരുവാണല്ലോ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചുകളാം. അമ്മ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മനഃപൂർവ്വമല്ല, മക്കളെയൊക്കെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഓരോന്നും പറയുന്നത്, അതൊക്കെ നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഗോമതി പറയുന്നുണ്ടോ. അപ്പോൾ ആര്യന് നല്ല വിഷമമായി, ഗോമതിക്ക് വിഷമമായി എന്നുള്ള ആര്യന് മനസ്സിലായി. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ബാലേട്ടനോട് വഴക്കിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നീ ഇവിടെ ഉണ്ടല്ലോ, ആ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ ആര്യാന്ന് പറയട്ടോ. അപ്പോൾ ആര്യൻ അങ്ങ് തകർന്നു പോയി. എന്താ അമ്മയെ പറയണത്? എവിടെ പോണ കാര്യം അമ്മ പറയണ? ഇല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. എന്തായാലും ദേവമംഗലത്തേക്ക് ഞാൻ തിരിച്ചു പോവില്ല. പിന്നെ എങ്ങോട്ടമ്മ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അത് നീ അറിയണ്ട. എന്തായാലും ഇവിടുന്ന് ഞാൻ പോവും, ഞാൻ നിൽക്കില്ല. എല്ലാവർക്കും എന്നെ വേണ്ടാതായി. പിന്നെ ഒരു കാര്യം ഓർത്തോ, പരസ്പരം അച്ഛനും മക്കളും ഒക്കെ തമ്മിൽ പോരടിക്കുമ്പോൾ അതിനിടയിൽ കിടന്ന് അമ്മമാരാണ് കഷ്ടപ്പെടുന്നത്. പിന്നെ ഒന്നും വേണ്ട, ഭർത്താവ് മതി, മക്കൾ മതി എന്നും പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അവസാനം ഇത് തന്നെയാണ് ഗതി. ആരും കാണത്തില്ല, എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോവും.
പക്ഷേ നീ ഒരുപാട് മാറിപ്പോയി ആര്യ. ഞാൻ പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന ആ ഒരു സ്നേഹമുള്ള ഒരു ആര്യൻ അതല്ല നീ. അങ്ങനെയുള്ള ഒരു ആര്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി ഇവിടെ വന്നത്. പക്ഷേ നീ ഒറ്റ മാറിപ്പോയി. ഞാൻ അതുകൊണ്ട് പോവാന്ന് പറയണത്. ആര്യൻ തകർന്നു പോയിട്ടോ. അങ്ങനെ അമ്മയെ പറയണം, അമ്മേ ദേവി ഇത് പോകരുത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ കാലി പിടിക്കാട്ടോ, കാലി പിടിക്കാം അമ്മേ ഞാനെന്ന് പറഞ്ഞ് കാലി പിടിക്കണം. അങ്ങനെ തളർന്നവിടെ ഗോമതി ഉറപ്പായിട്ടും പോകുമെന്നും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് പോയി. എൻ്റെ സങ്കടം കൊണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇരുന്ന് കരയട്ടോ. ആ സാധനം തന്നെ നമ്മുടെ ആര്യൻ അമ്മയുടെ മടിയിൽ തലചാച്ചിട്ട് പറയണം, അമ്മേ ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് അമ്മ പോകരുതെന്ന് പറയുക. വേണമെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ തിരിച്ച് ദേവമംഗലത്തേക്ക് വരാമെന്നും കൂടെ പറയാട്ടോ. അങ്ങനെ അവസാനം ഗോമതി പറയുന്നുണ്ട്, അത് വേണ്ട മോനെ, അച്ഛന് നിൻ്റെ ഭാഗത്താണ് ന്യായം ഉണ്ടെന്നും ശരി അതാണെന്നും മനസ്സിലാവുന്ന ഒരു കാലം വരും. അന്ന് വന്ന് വിളിക്കും, ഉറപ്പാണ്. അപ്പം മാത്രമേ നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പോവുള്ളൂ, അല്ലാണ്ട് പോണ്ട എന്ന് ഗോമതി തന്നെ അങ്ങ് തീരുമാനിക്കാട്ടോ. അങ്ങനെ മോനെ പിടിച്ച് കട്ടിലൊക്കെ ഇരുത്തി ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെ ഇവിടെ മീനാക്ഷിയാണെങ്കിൽ ജീരകവെള്ളമായിട്ട് നേരെ ബാലൻ്റെ അടുത്തേക്ക് പോവാട്ടോ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, എന്താ മീനാക്ഷി ഇത്ര നേരമായില്ലേ, ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ആ ഗോമതി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കറക്റ്റായിരുന്നു എല്ലാ കാര്യങ്ങളൊന്നും പറയാം. ആ പിന്നെ നീയല്ലേ ഇപ്പോഴത്തെ മരുമോളൂ, അപ്പോൾ നീ തന്നെ ഇത് കണ്ടു അറിഞ്ഞൊക്കെ ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ മീനാക്ഷി വിചാരിക്കുക, ആ അച്ഛൻ ഇപ്പോഴെങ്കിലും എന്നെ മരുമോളായിട്ട് അംഗീകരിച്ചല്ലോ എന്ന് തൊട്ടടുത്ത് തന്നെ പറയുക അയാൾ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ മരുമക്കളെന്നും പറഞ്ഞ് ഒറ്റ എണ്ണത്തിന് ഞാൻ എൻ്റെ കണക്കിൽ കൂട്ടിയിട്ടില്ല. നല്ല രീതിയിൽ കുടുംബവുമായിട്ട് ആലോചിച്ചും കയറി വന്ന പെണ്ണുങ്ങളാണെങ്കിലല്ലേ, വലത് കാല് വെച്ച് കയറി വന്ന പെണ്ണുങ്ങളാണെങ്കിലല്ലേ വീട്ടിലെ ഓരോ കാര്യങ്ങളും കണ്ടു അറിഞ്ഞൊക്കെ ചെയ്യൂ. ഇത് ഒരു എണ്ണത്തിനും അങ്ങനെ ഒരെണ്ണത്തിന് വിരലിൽ എണ്ണാൻ പോലും ഇല്ല, എല്ലാം തോന്നിയ മാസം കാണിച്ച് വന്ന് കയറിയിരിക്കണോ എന്നിങ്ങനെ പറയുമ്പോൾ മീനാക്ഷി എന്ത് ചെയ്യും, ആ ജീരകവെള്ളം കൂടെ തിരിച്ച് പോവാട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ മീനാക്ഷി വെള്ളം തരുന്നില്ലേ നീ എനിക്ക്? പിന്നെ അച്ഛന് ഞാൻ എൻ്റെ ജീരകവെള്ളം കൊണ്ടുവരുന്നത് ഇഷ്ടപ്പെട്ടില്ലല്ലോ, ഞാൻ കൊണ്ടുപോവാം. നിന്നോട് ആരാ പറഞ്ഞ കൊണ്ടുവയ്ക്കടി അവിടെ എന്ന് പറയാട്ടോ. അങ്ങനെ ആ വെള്ളം കൊണ്ട് മീനാക്ഷി അവിടെ വെച്ചിട്ട് തിരിച്ചു പോവാം. എന്നിട്ട് പുറത്ത് നമ്മൾ അനുമോളും എല്ലാവരുമായിട്ട് ആലോചിക്കുകയാണ് എങ്ങനെ നമുക്ക് അമ്മേനെ തിരിച്ചു കൊണ്ടുവരാമെന്ന്. കാരണം ഗോമതി ഇല്ലാതെ വീട് എല്ലാവർക്കും സങ്കടം തന്നെയാണ്, അച്ഛനും വലിയ വിഷമമാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആനന്ദും ധർമ്മനും ഒക്കെ പ്ലാൻ ചെയ്യാട്ടോ. അവസാനം അവർ തന്നെ തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ആര്യനോട് സംസാരിക്കാം. ആര്യൻ പറഞ്ഞാൽ അമ്മ ഉറപ്പായിട്ടും തിരിച്ചു വരും, ആര്യനെയും കൂടെ കൊണ്ടുവരാം, ആര്യൻ വന്നാലേ അമ്മയും വരുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നാളെ തന്നെ നമുക്ക് ആര്യന് ചെന്ന് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് ആകാശം തീരുമാനിക്കട്ടെ. എന്നൊരു എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.